അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും വലിയ ആഗ്രഹം നടന്നു കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് ഇമാം ഫഖറുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ആണ് മഹാനവർകൾ പറഞ്ഞു. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹം സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. അറിയോ? മഹാനവർകൾ പറയുന്നത് എന്താണെന്നറിയോ? പുരുഷന്മാർ വെള്ളിയാഴ്ച ജുമാ നിർവഹിച്ച് അതിന്റെ സുന്നത്തുകൾ നിർവഹിച്ച് കഴിഞ്ഞ് അതിനുശേഷം സൂറത്തുൽ ഫത്ഹ് 7 പ്രാവശ്യം ഞാൻ ഓതി. മഹാനവർ പറയുകയാണ്, അതേ ഇരിപ്പിലിരുന്ന് ഓതി. ആ ഓതുന്ന ഇടയിൽ ഒരാളോടും ഒന്നും സംസാരിച്ചില്ല. 7 പ്രാവശ്യം മുഴുവനായി ഞാൻ ഓതി തീർത്തു. അതിനുശേഷം യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന ഇസ്മ ഞാൻ അങ്ങ് ചൊല്ലി. 459 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലി. 7 സൂറത്തുൽ ഫത്ഹ് ഓതി. യാ ഫത്താഹ് എന്ന ദിക്ർ 459 പ്രാവശ്യം ചൊല്ലി. എന്നിട്ട് ഞാൻ അങ്ങ് ദുആ ചെയ്തു. വെള്ളിയാഴ്ച ദിവസം അങ്ങനെ 7 ദിവസം ളുഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആവർത്തിച്ചു. 7 ദിവസം പൂർത്തിയായപ്പോൾ എൻ്റെ കാര്യം അല്ലാഹു സാധിപ്പിച്ചു തന്നു. മഹാനവർകൾ പറഞ്ഞു, അപ്പോൾ നമുക്കും എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടണമെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഹലാലായ ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ സാധിപ്പിച്ചു കിട്ടാൻ നമുക്കും ഇത് ആവർത്തിക്കാവുന്നതാണ്. അല്പക്ഷമയും കുറച്ച് സമയങ്ങളും ചെലവഴിക്കണം. 7 സൂറത്തുൽ ഫത്ഹ് ആണ് ഓതേണ്ടത്. കുറഞ്ഞ സമയം മതി അത് ഓതാൻ. അതുകൊണ്ട് 7 പ്രാവശ്യം ആത്മാർത്ഥത കൂടി നല്ല നിയ്യത്തോടു കൂടി ഓതണം. യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. അത് ചെയ്യുന്ന സമയത്ത് ഒരു വാക്കുപോലും ആരോടും മിണ്ടാതെ ഖിബിലക്ക് നേരെ ഇരുന്ന് ചെയ്യേണ്ടതാണ്. അതിന് നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.